പിന്നെ പാനൽ ഷോട്ടിങ് വന്നു കഴിഞ്ഞാൽ പാനൽ ചിലപ്പോൾ നോ ഡിസ്പ്ലേ പിക്ചർ ഉണ്ടാവില്ല, പാനൽ ഓൺ ആവാതെ നിൽക്കും, ചിലതിലാണെങ്കിൽ പിക്ചർ വൈറ്റ് ആയിട്ട് നിൽക്കും. അങ്ങനെ പല പല കംപ്ലൈൻറ്റ് കാണിക്കും. അതൊക്കെ പിക്ചറിന്റെ സ്കാനിങ് ട്രാക്കിൽ പോകുന്നത് കാർബൺ ഫോമിങ് ചെയ്ത് അത് ഷോർട്ടാവണം. അത് നമ്മൾ ലേസർ വെച്ച് കളഞ്ഞ് കറക്റ്റ് ചെയ്യുന്നൊരു സംഭവം കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് രണ്ടും ചെയ്തിട്ട് കിട്ടാത്ത സംഭവങ്ങൾ നമ്മൾ പാനൽ മാറാനായിട്ട് കസ്റ്റമർ അടുത്ത് പറയുള്ളൂ. പാനലിൽ നമുക്ക് കൂടുതൽ കംപ്ലൈൻറ്റ് തുടങ്ങി പാനൽ ലൈൻസ് വരും, വെർട്ടിക്കലായിട്ട് ലൈൻസ് വരും, സിംഗിൾ ലൈൻ വരും, ബ്ലാക്ക് ലൈൻ വരും, കളർ ലൈൻ വരും, മൾട്ടി കളർ ലൈനുകളൊക്കെ വരും. അതൊക്കെ അതിന്റെ കോഫ് കംപ്ലൈൻറ്റ് കൊണ്ട് വരാം. കോഫ് കംപ്ലൈൻറ്റ് ആണെങ്കിൽ നമ്മൾ കോഫ് ബോണ്ട് ചെയ്യാനുള്ള സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടിവിയുടെ മെയിൻ പവർ സപ്ലൈ. അത് കഴിഞ്ഞത് മദർ ബോർഡ്, അത് കഴിഞ്ഞാൽ ഇത് ടീകോൺ ബോർഡ് എന്ന് പറയും. കുറഞ്ഞ ചെലവില് ഏത് ബ്രാൻഡിൽപ്പെട്ട ടിവിയും റിപ്പയർ ചെയ്യുന്ന ചാലക്കുടിയുള്ള ടി.വി. സൊല്യൂഷന്റെ ഷോപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് നമ്മുടെ രാജേഷേട്ടന് ഏകദേശം 30 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഫീൽഡ് ഉണ്ടല്ലേ ചേട്ടാ? നമ്മൾ ടിവിയുടെ എല്ലാ സർവീസും ചെയ്യുന്നുണ്ട്. ബോർഡ് സർവീസ്, ചിപ്പ് ലെവൽ സർവീസ് ഉണ്ട്, പാനൽ സർവീസ്. ഈ സർവീസ് മാത്രമാണോ ഇതിന്റെ കംപ്ലൈന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബോർഡ് സർവീസ് ചെയ്ത് കിട്ടാത്ത റീപ്ലേസ് ചെയ്യും. മാക്സിമം ഒരു കംപ്ലൈന്റ് ആയിട്ട് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ സർവീസ് ചെയ്ത് കൊടുക്കും. സർവീസ് കൊണ്ട് മാറിയില്ല മാത്രമേ നമ്മൾ ബോർഡ് റീപ്ലേസ് ചെയ്താൽ മതി എല്ലാ ടൈപ്പിലും. അപ്പൊ അത് 24 ഇഞ്ചായാലും 65 ഇഞ്ചായാലും 100 ഇഞ്ചായാലും എത്ര ഇഞ്ചായാലും അത് നിങ്ങൾക്ക് കംപ്ലൈന്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കളയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാലക്കുടിയിലുള്ള ഈ ഒരു സ്ഥാപനമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തരും അല്ലേ? അതാണ് നമ്മുടെ ടി.വി. സൊല്യൂഷൻ. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കുറേ ടി.വി. നമ്മുടെ പല ഭാഗത്തു നിന്നുള്ള കസ്റ്റമേഴ്സ് കൊണ്ട് ഇതെല്ലാം തന്നെ ഉപേക്ഷിക്കാൻ വേണ്ടി വെച്ചിരുന്ന ടി.വി. അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ആയിട്ട് അവരൊന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടിരിക്കുകയാണ്. കസ്റ്റമർ വന്നാൽ നമ്മൾ അപ്പോൾ തന്നെ നോക്കിയിട്ട് കംപ്ലൈന്റ് എന്താണെന്ന് കസ്റ്റമർ അടുത്ത് പറയും. ഓക്കെ, ഇത് ശരിയാക്കാൻ പറ്റൂല്ലോ, ശരിയാക്കാൻ പറ്റുമെന്ന് പറയും. ഓക്കെ, ശരിയാക്കാൻ പറ്റുന്നുള്ള സൈഡിൽ നമ്മൾ വാങ്ങിച്ചു വെച്ചാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റെഡി ആക്കി കൊടുക്കും. അതൊക്കെ റീസണബിൾ റേറ്റിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു ടിവായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറ്റാത്തതും കാണുമായിരിക്കും, പല കണ്ടീഷനിൽ വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ വന്നിട്ട് അതിന്റെ കംപ്ലൈന്റ് എന്താണോ ആദ്യം അത് കണ്ടുപിടിക്കും അല്ലേ? എന്നിട്ട് അതിന് എത്ര കോസ്റ്റ് ആവുന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ആവും. എല്ലാ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ പലതിനും പല സാധനങ്ങളൊക്കെ ആയിരിക്കും. അതെ, പല കമ്പനികളിലും പല മോഡലിലും പല സാധനങ്ങളായിരിക്കും. ഒരു കമ്പനിയുടെ മോഡൽ മാറുന്നപ്പോൾ സാധനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇത് കൂടുതലും ആൾക്കാർ എന്ത് കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടുള്ളത്? പാനൽ കംപ്ലൈന്റ് അത് കോമൺ ആയിട്ട് ഒരു ടി വാങ്ങിച്ച് 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തിൽ പാനൽ കംപ്ലൈന്റ് വരും. അത് എത്ര വലിയ ടി വി ആയാലും വരും. നല്ല ഡിസ്പ്ലേ ഒന്നുണ്ടെങ്കിൽ പിക്ചർ കിടന്ന് ഷിവർ ചെയ്തിട്ട് ഡബിൾ ഇമേജ് പോലെ വരും പിക്ചർ. ചിലതിങ്ങനെ ഷിവർ ചെയ്യുന്ന സമയത്ത് പിക്ചറിന് സ്റ്റില്ലിങ് വരും, സ്റ്റില്ലായിട്ട് നിൽക്കും പിക്ചർ. ചിലത് കളർ മിസ്സായും കളർ വരും. ഈ ലൈൻസ് ഒക്കെ വരുന്നത് ഇതിന്റെ കോഫിന്റെ കംപ്ലൈന്റ് ആണ് വരുന്നത്. ലൈൻസ് കൂടുതൽ കോഫാണ്, അല്ലെങ്കിൽ പാനൽ ഷോട്ട് ഉണ്ടാവും കൊണ്ട് വരും. അതിൽ കോഫിന്റെ കംപ്ലൈന്റ് ലൈൻ അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതാണ്. ലൈൻ വരുന്നത് അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നത്, അല്ലാതെ കോഫ് മാറ്റി അടിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അത് പവർ സപ്ലൈ യൂണിറ്റ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന ടിവികളിൽ കോമൺ ആയിട്ട് വരുന്നത് മറ്റു കോംബോ മോഡലാണ് വരുന്നത്. പവർ സപ്ലൈ മദർ ബോർഡ് ഒക്കെ ഒറ്റ മോഡലാണ് വരുന്നത്. ശരി, പഴയ ടിവികളാണ് കൂടുതലായിട്ട് പവർ സപ്ലൈ വേറെ മദർ ബോർഡ് വേറെ അങ്ങനെയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ പവർ സപ്ലൈ കേട് വന്നു കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. പവർ സപ്ലൈ ഒന്നെങ്കിലും പവർ സപ്ലൈ സർവീസ് ചെയ്യും. സർവീസ് ചെയ്തിട്ട് പറ്റിയില്ലെങ്കിൽ മാത്രമേ മാറ്റുള്ളൂ. ബോർഡിനാണെങ്കിലും സർവീസ് ചെയ്ത് നോക്കും, കിട്ടിയില്ല ബോർഡ് മാറും. ഓക്കെ, അപ്പൊ മാക്സിമം നമ്മൾ കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ പറ്റുന്ന ആദ്യം ചെയ്യാൻ പറ്റും, മാക്സിമം നോക്കും. ഇല്ലെങ്കിൽ മാത്രം നമ്മൾ റീപ്ലേസ്മെന്റിലോട്ട് പോകും. റീപ്ലേസ്മെന്റ് ആയാലും അതിന് വലിയ പൈസ ആവും. നമ്മൾ റീസോൾട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ കസ്റ്റമർ പറയും ഇത്ര രൂപയാണ് അല്ലേ? കസ്റ്റമർ പറഞ്ഞിട്ട് ചെയ്യത്തുള്ളൂ. അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്യും. ടി.വി. മാത്രമല്ല, ടി.വി. കൂടാതെ വേറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ടി.വി. അല്ലാതെ വേറെ എന്തൊക്കെ പ്രൊഡക്റ്റ് ടി.വി. ഉള്ളത് പിന്നെ നമ്മൾ മൈക്രോവേവ് ഓവൻ നോക്കുന്നുണ്ട്, എല്ലാ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഓവന്റെ ഫുൾ കംപ്ലൈന്റ് അടുക്കളയിൽ ഇരിക്കുന്ന സാധനമല്ലേ? അത്യാവശ്യം ഒത്തിരി കംപ്ലൈന്റ് ഒക്കെ വരാറുണ്ട് പല ബ്രാൻഡിന്. മാഗ്നട്രോൺ പോകും, പിന്നെ അതിന്റെ മോട്ടർ കംപ്ലൈന്റ് വരാം, ബോർഡ് കംപ്ലൈന്റ് വരും, ടച്ച് പാനൽ കംപ്ലൈന്റ് വരും. ഓക്കെ, അതെല്ലാം തന്നെ ചെയ്തു. ഇത് നമ്മള് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ്. ചാലക്കുടി സൗത്ത് എന്ന് പറയും. ഓക്കെ, ചാലക്കുടി സൗത്ത് ആണ്. നമ്മുടെ നിർമ്മല കോളേജിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ്. അതെ, നമ്മുടെ തൊട്ടടുത്ത് നെക്സസ് ടവർ. ഇത് നമ്മുടെ പുതിയ ഷോപ്പാണ്. ഇവർക്ക് ഒരു കൊരട്ടിയിലാണ് നേരത്തെ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 30 വർഷമായിട്ടുള്ള ഷോപ്പുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാലക്കുടിയിൽ പുതിയ ഷോപ്പ് ആരംഭിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ ജില്ലക്കാരോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു ജില്ലക്കാരോ ആരായാലും നമുക്ക് ഷോപ്പിൽ കൊണ്ടുവരാം അല്ലേ? ഷോപ്പിൽ കൊണ്ടുവരണം. അതിന് മുമ്പായിട്ട് വീഡിയോയിൽ നമ്പർ ഉണ്ട്, അവരെ വിളിച്ച് ചോദിക്കുക ഇന്ന കംപ്ലൈന്റ് ആണെന്ന് പറയുക. അപ്പോൾ അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇവിടെ കൊണ്ടുവരിക. കഴിവ് നേരത്തെ നമ്മൾ റിപ്പയർ ചെയ്ത് റെഡിയാക്കി കൊടുക്കും.